പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയമുള്ളവരെ, നമുക്കായിട്ട് പിളർക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് കരുണ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളിലേക്ക് ഒഴുക്കപ്പെടുകയാണ്. കാരുണ്യവാനായ കർത്താവ് വലിയ കരുണയോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന പുണ്യ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കരുണയെ ആഗ്രഹിക്കുന്ന ഏത് ആത്മാവും കർത്താവിൻ്റെ മുമ്പിൽ ആ കരുണയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ ഈ തിരുമണിക്കൂറിൽ പിളർക്കപ്പെട്ട ആ തിരുഹൃദയത്തിൽ നിന്ന് കർത്താവിൻ്റെ കരുണ സമർത്ഥമായിട്ട് ഒഴുക്കപ്പെടും. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആ വലിയ കരുണയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. കാരുണ്യവാനായ ഈശോ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കരുണയായി, സ്നേഹമായി ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകമായിട്ട് ഈ ദിവ്യ കാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുകയാണ്. ജീവിക്കുന്നവനായ കർത്താവ് പിളർക്കപ്പെട്ട തൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് തൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കരുണ ഒഴുക്കി നമ്മളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ നമ്മുടെ തമ്പുരാന് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 33 വചനം. ലൂക്ക 21:33. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയിലുമുള്ള സകലതും കടന്നു പോകും എന്നതിനർത്ഥം നമ്മളാകുന്ന അവസ്ഥകളുമൊക്കെ കടന്നു പോകും. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം കടന്നു പോകുമെന്നാൽ കർത്താവിൻ്റെ വചനം മാത്രം ഒരിക്കലും മാറ്റപ്പെടുകയില്ല എന്ന് കർത്താവ് ഇന്ന് വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതും കടന്നു പോകും. പ്രിയമുള്ളവരെ, എങ്ങോട്ടാണ് ഈ കടന്നു പോക്കൽ? അതിനെയാണ് നിത്യത എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്ന ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥാവിശേഷങ്ങളൊക്കെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യതയിലേക്ക് കടന്നു പോകും. ഒരു ഒമേഗ പോയിന്റിലേക്ക് എല്ലാം എത്തപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും. പ്രപഞ്ചമെല്ലാം ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകൃതമാക്കപ്പെടും. അതായത് എല്ലാവരും ഈശോയുടെ കരുണയൊഴുകുന്ന ആ തിരുഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും സ്വരുക്കൂട്ടപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്കായി കരുണയൊഴുക്കുവാനാണ്, ആ കരുണാസാഗരത്തിലേക്ക് നമ്മയൊക്കെ കൈപിടിച്ചുയർത്തുവാനാണ്, ആ കരുണയുടെ വലിയ അനുഭവത്തിലേക്ക് നമ്മളൊക്കെ ഒന്നാക്കപ്പെടുവാനാണ് കർത്താവിൻ്റെ തിരുഹൃദയം പിളർക്കപ്പെട്ടത്. ആ പിളർക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഇന്ന് കരുണ സമർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടുകയാണ്. നമ്മളൊക്കെ വചനം പറയുന്നു, നമ്മളൊക്കെ കടന്നു പോകും. കടന്നു പോക്കൽ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതായ ഒരവസ്ഥയല്ല, ഉത്കണ്ഠയും ഭയവും നൽകുന്ന ഒരവസ്ഥയല്ല പ്രിയമുള്ളവരെ. അതൊരു നാശത്തിലേക്കുള്ള വഴിയല്ല. കടന്നു പോകുക എന്നത് നമ്മൾ ഈ ഭൂമി വിട്ട് കർത്താവിൻ്റെ കരുണയൊഴുകുന്ന ആ ഹൃദയത്തിലേക്ക് കടന്നു പോകുമെന്നാണ് കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്. ആകാശവും ഭൂമിയും മനുഷ്യരും സർവ്വജീവജാലങ്ങളും കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് കടന്നുപോയി ആ തിരുഹൃദയത്തിലെ കരുണാനുഭവത്തിലേക്ക് എത്തപ്പെടും. ഈശോ പറയുകയാണ്, എന്നാൽ എൻ്റെ വചനം ഈ ഭൂമിയിലെ പോലെ
അവിടെയും, അതായത് നിത്യതയിലും ഒരു കടന്നുപോക്കലും ബാധിക്കാതെ ഇന്നലെയും ഇന്നും എന്നും ഒന്നു തന്നെയായിരിക്കും. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം ഒരിക്കലും മാറ്റപ്പെടുകയില്ല. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. ഈ വചനം ഭൂമിയിലും സ്വർഗത്തിലുമെല്ലാം മാറ്റമില്ലാത്ത ഒരു വചനമാണ്, മാറ്റമില്ലാത്ത ഒരു വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ വായിച്ച വചനങ്ങൾ, നമ്മൾ ധ്യാനിച്ച വചനങ്ങൾ, നമ്മെ നയിച്ച വചനങ്ങൾ, നമുക്ക് ആശ്വാസമായ വചനങ്ങൾ, നമ്മെ സൗഖ്യപ്പെടുത്തിയ വചനങ്ങൾ സ്വർഗത്തിലും കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു വാസസ്ഥലം ഒരുക്കി മാറ്റമില്ലാത്ത വചനമായിട്ട് നമുക്കൊപ്പമുണ്ടാകുമെന്നതാണ് കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ അർത്ഥം. എൻ്റെ വചനങ്ങൾ മാറ്റമില്ലാത്തവയായിട്ട് ഈ ഭൂമിയിൽ എന്നതുപോലെ നിങ്ങൾക്കൊപ്പം സ്വർഗത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 21-ാം വചനം പറയുന്നത്, വിജയം വരിക്കുന്നവർ എന്നോടുകൂടെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. സ്വർഗത്തിൽ എത്തുന്നതുവരെ എന്നെ നയിക്കുന്നവ കർത്താവിൻ്റെ വചനങ്ങളാണ്. പിതാവിൻ്റെ വാസസ്ഥലത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തുന്നത് ഈ ഭൂമിയിൽ ഞാൻ ശ്രവിച്ച് ധ്യാനിച്ച് എനിക്ക് ആശ്വാസവും സൗഖ്യവുമായ അതേ വചനം തന്നെയാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ വചനം ഒരിക്കലും മാറ്റമുള്ളതായിട്ട് തീരുകയില്ല. പ്രിയമുള്ളവരെ, അമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല എന്ന് പറഞ്ഞ ആ വചനം നിത്യതയിലും മാറ്റമില്ലാത്ത വചനമാണ്. അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, അത്രമാത്രം കർത്താവിൻ്റെ കരുണയിൽ വസിക്കുവാനായിട്ട് നമുക്കൊരു വാസസ്ഥലം ഒരുക്കുന്നവനാണ് കർത്താവ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഒരു വചനവും മാറ്റപ്പെടുന്നില്ല. ഇന്നലെയും ഇന്നും എന്നും കർത്താവിൻ്റെ വചനം നമ്മോടുള്ള കരുണയായി, സ്നേഹമായി, സ്വർഗത്തിലേക്ക് നമ്മയൊക്കെ കൈപിടിച്ചുയർത്തുന്ന, ഞാൻ നിൻ്റെ സ്വന്തമാണെന്നും നീ എൻ്റെ സ്വന്തമാണെന്നും ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വചനങ്ങൾക്കൊന്നും ഈ ലോകത്തിലോ സ്വർഗത്തിലോ മാറ്റമുണ്ടാവുകയില്ല. ഈശോ പറയുകയാണ് വചനത്തിലൂടെ, കരുണ കാണിക്കുന്നവർ അനുഗ്രഹീതർ, അവർക്ക് കരുണ ലഭിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് നൽകുമെന്ന വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. കർത്താവിൻ്റെ വചനമാണ് ഈ ലോകത്തിലും സ്വർഗത്തിലുമൊക്കെ നമുക്ക് വാസസ്ഥലം ഒരുക്കുന്നത്. മാറ്റമില്ലാത്തവനായ ദൈവം, അവൻ നൽകിയ വചനത്തിനും മാറ്റമില്ല എന്ന് ഇന്ന് നമ്മൾ കേട്ട വചനത്തിലൂടെ നമുക്ക് സന്ദേശമായിട്ട് വരികയാണ്. കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ വചനം വിളിച്ചപേക്ഷിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എന്ന്. നമ്മൾ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. ഈ ലോകത്തിലും പരലോകത്തിലും നമ്മൾ ലജ്ജിതരാവുകയില്ല എന്നതാണ് അതിനർത്ഥം. കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, രാവും പകലും നാം കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി, നമ്മുടെ രക്ഷകനായ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഒരിക്കലും വീണുപോകുവാൻ അനുവദിക്കുകയില്ല. നമ്മുടെയൊക്കെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുവാനായിട്ട് കർത്താവ് അനുവദിക്കുകയില്ല. സ്വർഗത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുമെന്നും നമ്മൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നമ്മളും ആയിത്തീരുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മാറ്റമില്ലാത്തവനായ ദൈവത്തെ നമുക്ക് ഹൃദയത്തിൽ ആശ്ലേഷിച്ചുകൊണ്ട് ആ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം.
അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ കരുണാസാഗരത്തിൽ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നവനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, ബൈബിളിൽ മൊത്തമായിട്ട് 7487 വാഗ്ദാനങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകുന്നുണ്ട്. ഈ 7487 വാഗ്ദാനങ്ങൾ ദൈവം മനുഷ്യർക്കായിട്ട് നൽകുമ്പോൾ അതിലൊന്നുപോലും പാലിക്കാതെ, അതിലൊന്നുപോലും നമുക്കായിട്ട് പാലിക്കപ്പെടാതെ പോവുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം 14-ാം വചനം നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും അവിടുന്ന് സഫലമാക്കാതിരിക്കുകയില്ല. നിങ്ങളുടെ കർത്താവായ ദൈവം വാഗ്ദാനം ചെയ്ത വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും, വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ഒന്നുപോലും, അവിടുത്തെ വചനങ്ങളിൽ ഒന്നുപോലും നിന്നെ രക്ഷിക്കുവാനായിട്ട്, നിന്നെ പരിപാലിക്കുവാനായിട്ട്, നിന്നെ കൈപിടിച്ച് നിത്യതയിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് വചനം പറയുന്നത്. 7487 വാഗ്ദാനങ്ങളും കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സബലീകരിക്കുമെന്ന ആ വലിയ സന്ദേശം ഇന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, പ്രിയമുള്ളവരെ, ഈ തിരുമണിക്കൂറിൽ നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുടെ കൊന്ത ചൊല്ലി ഈ നിമിഷം എനിക്കായിട്ട് പിളർക്കപ്പെട്ട ആ തിരുഹൃദയത്തിൽ നിന്ന് ഈശോയെ, ഈ നിമിഷങ്ങളിൽ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബലഹീനതകളും കുറവുകളും ബുദ്ധിമുട്ടുകളും സബലീകരിക്കാത്ത കുറേ ആശകളും ഒക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈശോയെ, ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ രോഗിയാണ്, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, എനിക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നീ പിളർക്കപ്പെട്ട ആ തിരുഹൃദയത്തിൽ നിന്ന് നിന്റെ തിരുച്ചോര എന്നിലേക്ക് ഒഴുക്കുമ്പോൾ, കർത്താവേ, വാഗ്ദാനങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കുന്ന കർത്താവാണ്, ദൈവമെന്നാണെന്ന് വിശ്വസിക്കുവാനുള്ള ആ വലിയ മനസ്സെനിക്ക് നൽകണമേ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, എനിക്ക് വേണ്ടി നീ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നീ പാലിക്കുമെന്ന് ഉറപ്പ് വചനത്തിലൂടെ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. വിശിഷ്ടമായ കാര്യങ്ങളിൽ കർത്താവ് വിശ്വസ്തനാണ് എന്ന വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കരുണയുടെ ഈ തിരുമണിക്കൂറിൽ പിളർക്കപ്പെട്ട കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തപ്പെടുന്ന രക്ഷയുടെ ആ തിരുരക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തിരുമണിക്കൂറിലായിരിക്കാം. പ്രത്യേകമായിട്ട് ഈ സമയം ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ വലിയ കരുണാസാഗരത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തട്ടെ. ഏതെല്ലാം അവസ്ഥയിലാണെങ്കിലും കർത്താവിൻ്റെ കരുണ ലഭിക്കുന്നവർ രക്ഷ പ്രാപിക്കും. രോഗികൾ സൗഖ്യപ്പെടും. വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവർക്ക് വചനത്തിലൂടെ കർത്താവിൻ്റെ കരുണ സമൃദ്ധമായിട്ട് ലഭിക്കും. പ്രത്യാശയോടെ കർത്താവിൻ്റെ ആ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഈ തിരുമണിക്കൂറിൽ പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ ജീവിതത്തെയും കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് ആവശ്യമായ നിയോഗങ്ങളെല്ലാം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദത്തിനു വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.